ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല, ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് വരാൻ വൈകിയത്. എന്ന് പറഞ്ഞ് പുതിയ ഫോണൊന്നും മേടിച്ചിട്ടില്ല. ഈ ഫോൺ തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയവും കിട്ടാൻ കുറച്ച് പാടാണ്. വീട്ടിൽ വരാൻ ചിലപ്പോൾ 9 മണി 8 മണിയൊക്കെ ആവും. അതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് DB റസിങ്ങിനെ കുറിച്ച്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഇത് താഴത്തെ ഒരു DB ആണ്. ഇതിപ്പോൾ ഒരു ബ്ലിങ്കിങ് ഉണ്ട്. അത് ക്യാമറയുടെ ചെറിയ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഇത് ഐസൊലേറ്ററാണ്, 4 പോൾ ഐസൊലേറ്റർ. അപ്പോൾ മെയിന് മീറ്ററിൽ നിന്ന് നേരെ ഐസൊലേറ്ററിൽ വന്ന് വരും. RYB എന്ന് വെച്ചാൽ 3 ഫേസ്, പിന്നെ ഒരു ന്യൂട്രലാണ്. ഐസൊലേറ്ററിൻ്റെ അടിയിൽ നിന്ന് വന്ന് കയറുകയാണ് ചെയ്യുന്നത്. പിന്നെ മുകൾ വശത്ത് നിന്ന് ELCBയുടെ അടിയിലോട്ട് പോകും. ഐസൊലേറ്ററിൻ്റെ മുകളിൽ നിന്ന് ELCBയുടെ അടിയിലോട്ട് ആണ് കണക്ഷൻ പോകുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ RYB എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ സെലക്ടർ സ്വിച്ചാണ്. സെലക്ടർ സ്വിച്ച് RYB ELCBയുടെ മുകളിൽ വരും. പിന്നെ അതിൽ നിന്ന് RYB പറഞ്ഞാൽ MCB ആയിട്ടാണ്. ഇതിപ്പോൾ 3 സെക്ഷനായിട്ടാണ് DB MCB നമ്മൾ കൊടുത്തിട്ടുള്ളത്. RYB എന്ന് വെച്ചാൽ ലോഡ് കാൽക്കുലേഷൻ ചെയ്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ റെഡ് ഫേസിലും ഒരു AC, പിന്നെ പവർ പ്ലഗ്, അങ്ങനെ 3ലും കാൽക്കുലേഷൻ ചെയ്ത് ലോഡ് കാൽക്കുലേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ന്യൂട്രൽ ബാറാണ്. ഫ്രണ്ട്സ്, ഇത് ഫസ്റ്റ് ഫ്ലോറിലെ DB ആണ്. ഇവിടെ നമ്മളൊരു 4 പോൾ ഐസൊലേറ്റർ വെച്ചിട്ടുണ്ട്. താഴെ നിന്ന് RYB, താഴത്തെ DB നിന്ന് മുകളിലോട്ട് RYB 3 ഫേസ്, ഒരു ന്യൂട്രലും ഐസൊലേറ്ററിൻ്റെ അടിവശത്താണ് വന്ന് കയറുന്നത്. പിന്നെ ഇവിടെ നിന്നും ലോഡ് കാൽക്കുലേഷൻ ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ 2 ബെഡ്റൂം, പിന്നെ ഒരു കിച്ചൺ, പിന്നെ ഒരു വാഷിംഗ് മെഷീൻ, അങ്ങനെ നമ്മൾ MCB കാൽക്കുലേഷൻ ചെയ്ത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. MCB ഇപ്പോൾ നമ്മൾ ACക്കാണെങ്കിൽ 16ൻ്റെ MCB ആണ് വയ്ക്കുന്നത്. പിന്നെ പവർ പ്ലഗിനാണെങ്കിൽ നമ്മൾ 16 വയ്ക്കുന്നത്. ഇപ്പോൾ ACക്ക് 20 വയ്ക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു റൂമിൽ 6ൻ്റെ MCB ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ വാഷിംഗ് മെഷീൻ 10ൻ്റെ MCB നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ചെറിയൊരു ബ്ലിങ്കിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോഡ് കാൽക്കുലേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഫ്രിഡ്ജിനൊക്കെ ആണെങ്കിൽ നമ്മൾ 10ൻ്റെ ഒരു MCB കൊടുക്കും. മിക്സിക്ക് ആണെങ്കിൽ പവർ പ്ലഗും കൂടെ പറഞ്ഞുകൊണ്ട് 16ൻ്റെ MCB കൊടുക്കും. പിന്നെ റൂമിൽ 10ഉം കൊടുക്കാം, 10ൻ്റെ MCBയും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വാഷിംഗ് മെഷീനും നമ്മൾ 10ൻ്റെ MCB കൊടുക്കാറുണ്ട്. അങ്ങനെ ലോഡ് കാൽക്കുലേഷൻ ചെയ്താണ് നമ്മൾ ഓരോരോ DB റെസിയം MCB കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ 25ൻ്റെയൊക്കെ ACക്ക് കൊടുക്കുന്നതും ഉണ്ട്. പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, ട്രിപ്പ് ആവത്തില്ല. അപ്പോൾ എന്ത് സർക്യൂട്ടാണ് അത് കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.